നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നമ്മൾ കാണുന്ന വിക്രത്തെ കൊണ്ടുപോയതിനു ശേഷം കമല ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കമലയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. വേദ സാക്ഷിമൊഴി കൊടുത്തോണ്ടാണ് വിക്രത്തിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്നൊരു ചിന്ത കമലയുടെ മനസ്സിലുണ്ടായിരുന്നു. പോരാത്തന്നെ എരിപെരി ഏറ്റി കൊടുക്കാനായിട്ട് നന്ദിനിയും കൂടെ ഉണ്ടായിരുന്നല്ലോ. പിന്നീട് നന്ദിനി വിഷം കുത്തി നിറയ്ക്കുകയാണ് കമലയുടെ മനസ്സിലേക്ക്. അവൾക്ക് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? വിക്രത്തോട് ഒരു ഇറ്റ് പോലും സ്നേഹമില്ല, അതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നേ. അല്ലെങ്കിലും അവൾ മുൻപേ തന്നെ വിക്രത്തിനെ തകർക്കാനെ ശ്രമിച്ചുകൊണ്ടിരുന്നേ. അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മ അവളെ അങ്ങ് ചേർത്ത് പിടിച്ചു. ഇപ്പൊ അമ്മയ്ക്കിട്ടും വിക്രത്തിനിട്ടും ഒക്കെ നല്ല പണി തന്നെ കിട്ടിയില്ലേ എന്നൊക്കെ പറയണം. കമലയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നീട് കമല രണ്ടും തീരുമാനിച്ച് വേദയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. പിന്നീട് വേദയോട് പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ സാക്ഷിമൊഴി കൊണ്ടേ കൊടുത്തെന്ന് എനിക്കറിയാം. പക്ഷെങ്കിൽ കോടതി ചെന്ന് കഴിയുമ്പോഴത്തേനും ഒരിക്കലും നീ അവനെതിരായിട്ട് സാക്ഷി പറയരുത്. അറിയാലോ, എന്റെ മോൻ പാവ, അവനൊരു തെറ്റും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായൊരു കാരണം കാണുമെന്ന് പറയാണ്. ഇത് കേട്ട് ഞാൻ വേദ പറഞ്ഞു, അമ്മേ, ഞാൻ വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടിയാന്ന് പറയണം. വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. എന്റെ മോനെതിരായിട്ട് നീ പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറയണം. വേദയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. പിന്നീട് കമല അങ്ങോട്ടേക്ക് പോയി. കമലയ്ക്ക് ആണെങ്കിൽ വേദയോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ലായിരുന്നു. മുമ്പത്തെ പോലെയല്ല. മുമ്പേ വേദയെന്ന് വെച്ചാൽ ജീവനായിരുന്നു. പക്ഷെ ഇപ്പൊ തന്റെ മോനെതിരായിട്ട് നീങ്ങിയെന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ കമലയ്ക്ക് അറിയില്ലല്ലോ വേദ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തേ, വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടിയാ ചെയ്തേന്നുള്ള കാര്യം. പിന്നീട് വാസവൻ വേദയെ കാണാനായിട്ട് വരുന്നുണ്ട്, സാക്ഷിമൊഴി മാറ്റി പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് വാസവൻ വന്നിട്ട് വേദയെ കണ്ടു പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ കോടതി വരുകയും ചെയ്യണം. കോടതി വന്ന് അവനെതിരായിട്ട് സാക്ഷിമൊഴി കൊടുക്കുകയും ചെയ്യണം. അറിയാലോ, നിന്റെ ഭർത്താവാണ് അവന്. പക്ഷേങ്കിൽ ഈ മൊഴി നീ മാറ്റി പറയില്ലെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം വേദ പറഞ്ഞു, ഒരിക്കലും ഞാൻ മാറ്റി പറയില്ല. ഞാൻ ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ മോളാണ്. ആ പറഞ്ഞ വാക്കിൽ തന്നെ ഞാൻ വിശ്വസിക്കും. സാറിന് ധൈര്യമായിട്ട് പോകാന്ന് പറയണം. പക്ഷേങ്കിൽ ആ സമയത്തും വേദയ്ക്ക് കാര്യങ്ങളൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. ഇന്ന സംഭവം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ബാലൻ സാറിന്റെ മോളെ പിച്ച് ചീന്തിയവനാണ് ഈ പറയുന്ന വരുണ്. അപ്പൊ അതിനുള്ള ശിക്ഷയാണ് വിക്രം കൊടുത്തതെന്നുള്ള കാര്യമൊക്കെ. പക്ഷെ അതൊന്നും വേദയ്ക്ക് അറിയത്തില്ല. വേദ വിചാരിച്ചോണ്ടിരുന്നേ അനിയൻകുട്ടനെ കുത്തിയതിന്റെ പേരിൽ ആ ദേഷ്യം തീർത്താന്ന് ഓർത്തോണ്ടാ വേദ ഇരുന്നേ. പക്ഷേങ്കില് വിക്രത്തിനാണെങ്കിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. വിക്രം പ്രതീക്ഷ കാര്യമില്ല വേദ തനിക്കെതിരെ ഇങ്ങനെ പറയുന്നു. വിക്രത്തിനും അറിയില്ലായിരുന്നു. വിക്രം പ്രതീക്ഷ എന്താ, തന്നോട് അവൾ കിട്ടിയ അവസരത്തിൽ പകപോക്കി തന്നോടുള്ള ദേഷ്യം തീർത്തു, പാത്തു പതുങ്ങി ഇരുന്നിട്ട് ചെയ്തു എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് വാസവൻ നേരെ SIനെ വിളിക്കുന്നുണ്ട്. SIനെ വിളിച്ചിട്ട് പറഞ്ഞു, അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അവനെ എനിക്ക് കിട്ടണം, ജയിലിലേക്ക് കിട്ടണം. അവിടെ വെച്ച് അവനെ കൈകാര്യം ചെയ്താൽ മതി. കോടതിയിലൊന്ന് ഹാജരാക്കിയതിന് ശേഷം മതി ഇനി അവന്റെ തീരുമാനങ്ങളൊക്കെ. എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം എന്നൊക്കെ പറയണം. ഈ സമയത്ത് SI പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം സാർ. സാർ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയണം. അവന് പുറത്തിറങ്ങുമ്പോൾ പിന്നെ ഞാൻ അവനെ കൈകാര്യം ചെയ്തോളാം. എന്റെ മോനെ കിടത്തിയ പോലെയല്ല, അവനെ ഞാൻ വെള്ള പൊതിപ്പിച്ചാൽ കിടത്താൻ പോണേന്നൊക്കെയാണ് വാസവൻ പറയണേ. വാസവന് അത്രയ്ക്ക് ദേഷ്യ സങ്കടമായിരുന്നു. ഒറ്റ മോനേ ഉള്ളൂ. പക്ഷെ അവന്റെ കയ്യിലിരിപ്പ് എന്തായതാണെന്നൊന്നും അയാൾ നോക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് വേദയ്ക്കാണെങ്കിൽ വീട്ടിൽ ഒറ്റപ്പെടലായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. വേദ പിന്നീട് സാവിത്രിയമ്മേനെ വിളിക്കുന്നുണ്ട്. സാവിത്രിയമ്മേനെ വിളിച്ച് പൊട്ടിക്കരയാണ്. സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. വേദയുടെ കരച്ചിൽ കണ്ടപ്പോഴത്തേന് സാവിത്രിയമ്മ പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട. മോൾ എന്തിനാ സങ്കടപ്പെടുന്നേ? മോളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നുള്ള കാര്യം അറിയാം. ഒരു പക്ഷേ മോള് ചെയ്തൊരു നല്ല കാര്യമാണെന്ന് എനിക്കിപ്പോൾ തോന്നണേന്ന് പറയാണ്. വേദ തന്റെ മനസ്സിലുള്ള വിഷമങ്ങളും വേദനകളും എല്ലാം പറയാണ്. സാവിത്രിയമ്മ കൂടെ വന്നു. പക്ഷേ എങ്കിൽ ഈ സമയത്ത് ശ്രീകാന്തും വർഷയൊക്കെ കിട്ടിയ അവസരം മുതലാക്കി വിക്രത്തിനെ കുറ്റപ്പെടുത്തുക എല്ലാവരുടെ മുന്നിൽ, ശങ്കരനാരായണന്റെ മുന്നിലും അതുപോലെ തന്നെ പത്മയുടെ ഒക്കെ മുന്നിലും. നല്ല ഒരുത്തനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് വിടാനുള്ളതിന് അവളെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരാന്ന് പറഞ്ഞ സമയത്ത് നിങ്ങളാരും സമ്മതിച്ചില്ലോ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇപ്പൊ കണ്ടില്ലേ അവൾ അനുഭവിക്കുന്ന കണ്ടില്ലേ? ഇപ്പോഴെങ്കിലും അവൾക്ക് നല്ല ബുദ്ധി തോന്നിയില്ലോ അവനെതിരായിട്ട് കൊണ്ട് സാക്ഷിമൊഴി കൊടുക്കാനായിട്ട്. അവനകത്ത് കിടക്കട്ടെ. അങ്ങനെയൊക്കെ ശ്രീകാന്തും പറയണം. പക്ഷേങ്കിൽ ശങ്കരനാരായണന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അവൻ അങ്ങനെ എന്തുകൊണ്ട് ചെയ്തു എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സറിയുണ്ടായിരുന്നത്. എല്ലാവരും പത്മേനെ സാവിത്രിയമ്മേനെയൊക്കെ കുറ്റപ്പെടുത്തുവാണ്. നിങ്ങളെല്ലാവരുമാണ് ഇതിനെ കാരണക്കാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ ശ്രീകാന്തും കിട്ടിയ അവസരം നന്നായിട്ട് അവരും കൂടി മുതലാക്കി. പക്ഷേങ്കിൽ ഈ സമയം സാവിത്രിയമ്മയും പത്മയൊക്കെ നന്നായിട്ട് സങ്കടപ്പെട്ടു.
തൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നില്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു പത്മയുടെ വിഷമം. ഇങ്ങനെ ഉള്ളൊരു ജീവിതമായിരുന്നില്ല ഒരിക്കലും പ്രതീക്ഷിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കുമെന്ന് കരുതിയിരുന്നാണ്. പക്ഷെ അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഒരു വേദനയും വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം അവർക്കും ഉണ്ടായിരുന്നു. പിന്നീട് വേദയാണെങ്കിൽ വീട്ടിലെ പൂജാമുറിയിൽ നിലവിളക്ക് വെച്ച് നാമം ചൊല്ലുവാണ്. കാരണം വേദയുടെ മനസ്സിൽ വിക്രത്തിനെ എങ്ങനെയും രക്ഷിച്ചേ മതിയാവുള്ളൂ. ഇപ്പോഴും വിക്രത്തിനെ രക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ വിക്രം പോലീസ് ലോക്കപ്പിൽ കിടക്കുന്നത് തന്നെയാണ്. പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വാസവനും ഗുണ്ടകളും അവനെ ശരിയാക്കും എന്നുള്ള കാര്യം അറിയാം. പിന്നീട് വിക്രത്തെ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവരുവാണ്. തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് വേദ അവിടെ കടയിലുണ്ടായിരുന്നു. വിക്രത്തിന് ഇത് കാണുക തന്നെയായിരുന്നു വേദയുടെ ഉദ്ദേശം. അങ്ങനെ വേദ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് വിക്രത്തെ കയ്യാമം വെച്ച് തെളിവെടുപ്പിന് കൊണ്ടുവരിക. ഈ സമയം വിക്രം വേദയെ കണ്ടു. വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പക്ഷെ വിക്രത്തിന്റെ മനസ്സിലാണ് ദേഷ്യമായിരുന്നു വേദയോടുള്ളത്. പിന്നീട് വിക്രം വേദയൊന്ന് നോക്കുക മാത്രം ചെയ്തേ. അങ്ങനെ പോലീസുകാരവരെ തെളിവെടുപ്പിന് കൊണ്ടുവന്ന് കുറേ ആൾക്കാരെല്ലാം കൂടി അവരെല്ലാം ഇങ്ങനെ വിക്രത്തെ നോക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഈ പറയുന്ന സാക്ഷിമൊഴി പറയാനായിട്ട് മുമ്പ് തയ്യാറായിരുന്നില്ല. കാരണം വിക്രം വരുണിനെ തല്ലി ചതയ്ക്കുന്ന അവർ കണ്ടവരെ പലരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അതിന് താല്പര്യമില്ലായിരുന്നു. വിക്രത്തിനെതിരായിട്ട് സാക്ഷിമൊഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി തീരുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ വിക്രത്തിനെ തെളിവെടുപ്പ് കഴിഞ്ഞ് കൊണ്ടുപോവാണ്. അതിനുശേഷം ശ്രീനിവാസൻ വേദയെ വിളിപ്പിക്കുകയാണ്. ശ്രീനിവാസൻ വേദയെ വിളിപ്പിച്ചു. വേദയെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാരണവശാലും അവനെതിരെ മൊഴി കൊടുക്കില്ലെന്നൊക്കെ പറയാണ്. പക്ഷേങ്കിൽ വേദ അത് കേട്ടില്ല. വേദയുടെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വിക്രത്തെ രക്ഷിക്കണം. ഇനിയിപ്പോൾ വിക്രത്തെ രക്ഷിച്ചുകൊണ്ട് ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ താൻ സാക്ഷിമൊഴി കൊടുത്തില്ലെങ്കിൽ വാസവന് വിക്രത്തെ തീർക്കും. വിക്രത്തിന്റെ ജീവൻ അപകടത്തിലാവും. അതൊരു കാരണവശാലും പാടില്ല. പക്ഷേങ്കിൽ ശ്രീനിവാസന്റെ വാക്കുകളൊന്നും കേൾക്കാനായിട്ട് വിക്രമല്ല വേദയും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. കാരണം വേദയ്ക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വിക്രത്തിന്റെ രക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് മാഷും വേദയുടെ ഒപ്പമായിരുന്നു. കാരണം മാഷിനറിയാം വേദ എപ്പോഴും നന്മയുടെ ഭാഗത്ത് തിന്നിട്ടുള്ളൂ. അവള് ഒരു ജഡ്ജിയുടെ മോളാണ്. അതിനേക്കാളുപരി അവള് സത്യസന്ധയാണ്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഉള്ള കാര്യം അറിയായിരുന്നു. പക്ഷെ വിക്രം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടണമെന്നായിരുന്നു മാഷിന്റെ അഭിപ്രായം. പക്ഷേ കമല ആകെപ്പാടെ തകർന്നുപോയി. അങ്ങനെ സാക്ഷിമൊഴി കൊടുക്കേണ്ട ദിവസം, വിക്രത്തെ കോടതിയിൽ ഹാജരാക്കേണ്ട ദിവസം വേദ നല്ല ടെൻഷനിലായിരുന്നു. രാവിലെ തന്നെ വേദ ക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് മനോരുകി പ്രാർത്ഥിച്ച് തിരികെ വരുവാണ്. പ്രാർത്ഥിച്ച് തിരികെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കമല വന്നിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നാണ് നീ സാക്ഷിമൊഴി കൊടുക്കാൻ പോകുന്നത്. എൻ്റെ മോനെതിരായിട്ട് ഒരു കാരണവശാലും നീ സാക്ഷിമൊഴി കൊടുക്കരുത്. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്, എൻ്റെ പെറ്റമ്മയായ എൻ്റെ അപേക്ഷയാണ്. ഇത് നീ കേൾക്കണമെന്ന് പറയണം. ഒന്നുമല്ലെങ്കിൽ ഇത്രയും കാലം നിന്നെ ഞാൻ സ്വന്തം മോളായി പോയി കരുതി സ്നേഹിച്ചല്ലേ, അപ്പം അതിനുള്ള ഒരു ഉപകാരവും നീ കൂട്ടിയാൽ മതി എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, അമ്മേ ഞാൻ എപ്പോഴും വിക്രത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്തും ചെയ്തിട്ടുള്ളൂ, ഇതും അങ്ങനെയാന്ന് പറയാണ്. പക്ഷെ നന്ദിനിയൊക്കെ വന്ന് വേദ ആ സമയത്തും ചീത്ത പറയണം. പക്ഷെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, തനിക്ക് വിക്രത്തിനെ രക്ഷിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ അവസാനം ആ കോടതിയിലേക്ക് വേദ പോവാണ്. ഈ സമയത്ത് വിക്രത്തിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ തുടങ്ങുകയാണ്. ആ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് വാസവൻ അങ്ങോട്ടേക്ക് വരുന്നത്. വാസവൻ വന്നിട്ട് വിക്രത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. നിന്നെ എൻ്റെ കൈ കിട്ടൂടാ, നീ അകത്തായി കഴിഞ്ഞാൽ നീ പുറത്തിറങ്ങുന്ന ദിവസം വരുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നേ, നിന്നെ ആ വെറുതെ വിടുമെന്ന് നീ കരുതുന്നുണ്ടോ എന്നൊക്കെ പറയണം. അങ്ങനെ അവസാനം വിക്രത്തിനെ അങ്ങ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. ഈ സമയത്ത് വേദ സാക്ഷിമൊഴി പറയാനായിട്ട് പ്രതിക്കൂട്ടിലേക്ക് കയറുകയാണ്. വേദയുടെ ഉള്ളിൽ വിക്രത്തെ രക്ഷിക്കണം, അതുകൊണ്ട് വിക്രത്തിനെതിരായിട്ട് സാക്ഷിമൊഴി പറഞ്ഞേ മതിയാവുള്ളൂ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു. പക്ഷേങ്കിൽ ഇനിയിപ്പോൾ ഫുൾ വിശേഷം വന്നു കഴിയും പറയാം. ഒരു പക്ഷേങ്കിൽ വേദ അതിനു മുമ്പിന് സത്യങ്ങൾ അറിഞ്ഞിട്ട് വിക്രത്തെ രക്ഷിക്കുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പം കമല പറഞ്ഞ പോലെ തന്നെ വിക്രം അങ്ങനെ ചെയ്യുന്നത് താൻ കണ്ടിട്ടില്ല എന്ന്. ഒരു പക്ഷെ അങ്ങനെ ആവാനാണ് ചാൻസ്. വിക്രത്തെ രക്ഷിക്കണമല്ലോ. വിക്രത്തെ രക്ഷിക്കണമെങ്കിൽ സാക്ഷിമൊഴി മാറ്റി പറഞ്ഞേ മതിയാവുള്ളൂ. തൻ്റെ ഭർത്താവ് അങ്ങോട്ട് തെറ്റ് ചെയ്യുന്നത് താൻ കണ്ടിട്ടില്ല. കാരണം ഒരു നിരപരാധി ഒരു പെൺകുട്ടിയെ പിച്ച് ചീന്തിയവനാണ് കിടക്കുന്ന വരുണെന്ന് അറിഞ്ഞാൽ വേദ ഒരു കാരണവശാലും വിക്രത്തിനെതിരായിട്ട് സാക്ഷിമൊഴി കൊടുക്കില്ല. വിക്രത്തിനെ രക്ഷിക്കാനേ ശ്രമിക്കുള്ളൂ. അങ്ങനെ എന്താണെങ്കിലും സംഭവിക്കുമായിരിക്കും. അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പം വിക്രത്തിന് വേണ്ടിയിട്ട് വാദിക്കാനായിട്ട് വേദ ഏർപ്പാടാക്കുന്ന ദർശൻ വക്കീലായിരിക്കും വിക്രത്തിന് വേണ്ടി വാദിക്കാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ അടിപൊളി വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നു. നന്ദി.